FCRA ഭേദഗതി ബില്ലിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി CBCI. നാഷണൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം, ജോയിന്റ് ആക്ഷൻ ഫോറം ഓൺ മൈനോറിറ്റി എന്നീ സംഘടനകളും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു. മിസോറാം മുഖ്യമന്ത്രി ലാൽദു ഹോമയും അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തി. FCRA ബില്ലുമായി ബന്ധപ്പെട്ട് ഒരു ഉറപ്പും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായിൽ നിന്ന് കിട്ടിയിട്ടില്ല എന്ന് CBCI ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ മാത്യു കോയിക്കൽ പ്രതികരിച്ചു. കേൾക്കാം. ഒരു മണിക്കൂറോളം ശ്രീ അമിത്ഷാ ജി നമ്മളെ കേട്ടു. 2010 ആർട്ടിക്കിൾ 15 അത് തന്നെ മാറ്റാനായിട്ട് ഈ ഗവൺമെൻറ് പരിശ്രമിക്കണം. ഒരു ജനോപകാരപ്രദമായ രീതിയിൽ ഈ ബില്ലിനെ മാറ്റണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹം നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടെ കേട്ടു. നമ്മുടെ രാജ്യത്തെ നിലവിലുള്ള നിയമത്തിനെതിരായിട്ട് ഉള്ളതാണെന്നല്ല, അതിനെ വേണ്ട രീതിയിൽ പരിഗണിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് നമുക്ക് കിട്ടുന്നത്. ജനത്തിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ട്, രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള ബില്ല് കൊണ്ടുവരാനായിട്ട് ഈ പ്രതിപക്ഷ MP-മാർ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കണം എന്നാണ് പറയുന്നത്. നോബൽ മാരിക്കാരന്റെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. നോബൽ, ഒരു ഉറപ്പും ആഭ്യന്തരമന്ത്രി നൽകിയിട്ടില്ല എന്നാണ് പറയുന്നത് ഫാദർ. ഒരു ഉറപ്പും കൊടുക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണാവോ ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ടാവുക? മാധു, FCRA ഭേദഗതി ബിൽ ഈ മാസം 12 ലോക്സഭയിൽ അവതരിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ എന്നാണെങ്കിൽ ഒരുങ്ങുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആയിരിക്കും ബില്ല് അവതരിപ്പിക്കും എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ബില്ല് വരുന്ന പശ്ചാത്തലത്തിൽ CBSE അടക്കമുള്ള ക്രൈസ്തവ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഇന്നിപ്പോൾ കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിലെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. ഏറെക്കുറെ 1 മണിക്കൂറോളം നേരം ഈ കൂടിക്കാഴ്ച നീണ്ടുനിന്നു എന്നാണ് CBCI വക്താക്കൾ ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് FCRലെ വിവാദങ്ങളായ പല ഭേദഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ തരത്തിലുള്ള അതൃപ്തി CBCIക്ക് അടക്കം ഉണ്ട്. ഇക്കാര്യത്തിൽ എന്താണെങ്കിലും ഒരു ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ലഭിച്ചിട്ടില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കുന്നത്. അതേസമയം തങ്ങളുടെ ആശങ്കകൾ കൃത്യമായി തന്നെ അവതരിപ്പിച്ചു. നിലവിലത്തെ വിവാദ വ്യവസ്ഥകൾ ഉൾക്കൊള്ളിക്കാതെ വേണം ബില്ല് കൊണ്ടുവരാൻ എന്ന ആവശ്യമാണ് ഇവർ നിശ്ചയിക്കുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മിസോറാം മുഖ്യമന്ത്രിയും ഇന്നിപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇക്കാര്യത്തിൽ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ മിസോറാം മുഖ്യമന്ത്രി വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന് കൃത്യമായ ഉറപ്പുകൾ അമിത്ഷായുടെ ഭാഗത്ത് നിന്ന് ഈ FCRA ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിച്ചു എന്നാണ്. ഇനിയിപ്പോൾ ബില്ല് വരുമ്പോഴായിരിക്കും ഒരുപക്ഷെ ഏത് തരത്തിലായിരിക്കും ബില്ല് വരിക എന്ന കാര്യം കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നേരത്തെ ആദ്യഘട്ടത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ ബില്ല് കൊണ്ടുവരാൻ ശ്രമം നടത്തിയതാണ്. അന്ന് ഈ ബില്ലിലെ വ്യവസ്ഥകൾ പലതും വിവാദമാണ് എന്ന് ക്രൈസ്തവ സംഘടനകൾ അടക്കം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ആ ബില്ലിലെ വിവാദ വ്യവസ്ഥകൾ അതേപടി തുടരുകയാണെങ്കിൽ മറ്റ് നടപടികൾ ആ സമയത്ത് ആലോചിക്കും എന്നാണ് ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ, നോബൽ മാരിക്കാരനാണ് വിവരങ്ങൾ നൽകിയത്. 12-ാം തീയതി ബിൽ കൊണ്ടുവരാനുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ നീക്കവും നിലപാടും.